ISJD സ്ഥാനാർത്ഥികൾ തീരുമാനമായി. ചിറ്റൂരിൽ വി മുരുകദാസും തിരുവല്ലയിൽ മാത്യു ടി തോമസും മത്സരിക്കും. അങ്കമാലിക്ക് പകരം ലഭിക്കുന്ന എറണാകുളം മണ്ഡലത്തിൽ സാബു ജോർജ് സ്ഥാനാർത്ഥിയാകും. കോവളം വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന് തീരുമാനം. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരം. വിനേഷ്, നേരത്തെ കോവളവുമായി ബന്ധപ്പെട്ട് സീറ്റ് ISJDക്കാൻ തീരുമാനം വന്നിരുന്നത് CPM ഏറ്റെടുക്കാനാണോ ധാരണ? എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം? സുഹൈൽ, ഏറെക്കുറെ ഇവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊരു ധാരണയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ISJDയുടെ സംസ്ഥാന സമിതി യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ച ഉണ്ടാവും. അതിലായിരിക്കും അങ്കമാലിയും അതുപോലെ തന്നെ എറണാകുളവും വെച്ചുമാറുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ അങ്കമാലി വെച്ചുമാറുന്നതിനോട് CPM താല്പര്യക്കേടില്ല താല്പര്യക്കുറവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിലായിരിക്കും ഒരുപക്ഷെ സാബു ജോർജ് ആയിരിക്കും ഇവിടെ മത്സരിക്കുക. എറണാകുളത്ത് ISJDയുടെ സ്ഥാനാർത്ഥി യോഗം നിലവിൽ നമുക്കറിയാം. ചിറ്റൂരിൽ വീണ്ടും കൃഷ്ണൻകുട്ടി മത്സരിക്കില്ല, പകരം വി മുരുകദാസ് ആണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോവള സീറ്റിനെ ചൊല്ലിയിട്ടുള്ള തർക്കമുണ്ടായിരുന്നു. കോവളത്ത് ISJD സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ വലിയൊരു വീണ്ടും അത് വേണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് ശക്തമായൊരു ആവശ്യം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഒരു ജയസാധ്യതയുള്ള സ്ഥലം തന്നെ തങ്ങൾ ആവശ്യപ്പെടും എന്ന് തന്നെയാണ് ഈ യോഗത്തിൽ തീരുമാനമായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇവിടെ ISJD തന്നെയായിരുന്നു, ISJDക്ക് നീലൻ മത്സരിച്ചത് ഉൾപ്പെടെയുള്ള ISJDക്കായിരുന്നു ഈ സീറ്റ് നൽകിയിരുന്നത്. അതിനുശേഷം അദ്ദേഹം RJDയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. RJDക്ക് ഈ സീറ്റിൽ താല്പര്യമുണ്ട്, പക്ഷേ തൽക്കാലം ഇത് വിട്ടു നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ISJD എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉഭയകക്ഷി ചർച്ച നടക്കും. അതിൽ സീറ്റുകൾ വെച്ചുമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.